വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് എന്ന പേരുള്ള സിഡ്നി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ 80% കൃഷിയും നശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വെള്ളം കൊടുക്കാതായി, ജലബോംബ് ഇട്ടു എന്നൊക്കെ നമ്മൾ ഒരുപാട് നാൾ മുമ്പ് പറയുന്നതാണ്. പഹൽഗാം ഭീകരാക്രമണം നടന്നു കഴിഞ്ഞ ശേഷം ഇന്ത്യ എടുത്ത ആദ്യത്തെ നടപടി ഒരുപക്ഷെ സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞ നടപടിയായിരിക്കും. അപ്പൊ അതിനുശേഷം ഈ പാകിസ്ഥാനിലേക്ക് ഈ വെള്ളം എത്തുന്നില്ല. പാകിസ്ഥാൻ വലിയ രീതിയിൽ അവിടെയുള്ള ജനങ്ങൾ കുടിയേറി പോകുന്നു ഈ വെള്ളം എത്താത്ത സ്ഥലത്തേക്ക്. വെള്ളം തന്നില്ലെങ്കിൽ അത് ഇന്ത്യക്ക് മേലുള്ള വലിയ യുദ്ധത്തിന്മേൽ കലാശിക്കും എന്നൊക്കെ ഷഹബാസ് ഷെരീഫ് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് പറയുന്ന പുതിയൊരു ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ അതിശക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. കാരണം ഇന്ത്യ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് 4ാമത്തെ നോട്ടാമാണ്. ഇപ്പൊ 4ാമത്തെ ഇത് വലിയൊരു വാർത്തയാണ്. ചിലപ്പോ ഇത് കുറച്ച് കഴിയുമ്പോൾ മലയാള മാധ്യമങ്ങളൊക്കെ വലിയൊരു വാർത്തയായിട്ട് വന്നേക്കാം. അത് ഇനി കൂടുതൽ വാർത്തകൾ എന്നുള്ളത് കൊണ്ടാണോ ഇതൊരു വലിയ വാർത്തയാവാത്തതെന്ന് അറിയത്തില്ല. ഇപ്പൊ ഒരു വലിയ വാർത്ത എത്തിയിരിക്കുന്നത് ദേശീയ തലത്തിലേക്ക് അത് വലിയ വാർത്തയാണ്. India issues NOTAM for a major Indian Air Force exercise spanning the entire northeastern region bordering China, Bhutan, Myanmar and Bangladesh. അതായത് നോർത്ത് ഈസ്റ്റേൺ ഏരിയ മുഴുവനായിട്ടും ഇന്ത്യ നോട്ടാം പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇപ്പുറത്ത് പ്രഖ്യാപിച്ചു, സർക്രീക്കിൽ പ്രഖ്യാപിച്ചു, മുംബൈയിൽ പ്രഖ്യാപിച്ചു, ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാളിൽ പ്രഖ്യാപിച്ചു. നമ്മുടെ അഭ്യാസം കഴിഞ്ഞു. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് സമ്പൂർണ്ണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ചൈന, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് ബോർഡർ മുഴുവനായിട്ടും നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചു. എക്സസൈസ് നവംബർ 6 and 20, ജനുവരി 1 and 15, 1 to 15 എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസങ്ങളിലാണ് അവിടുത്തെ നമ്മുടെ എക്സസൈസ് നടക്കാൻ പോകുന്നത്. അവിടെ ആയിരിക്കും ഏറ്റവും വലിയ ക്രൂഷ്യൽ എക്സസൈസ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോ 4 സൈഡും ഇന്ത്യയുടെ എക്സസൈസ് പൂർത്തിയാവുകയാണ് ഇപ്പോൾ. അപ്പൊ എന്തോ ഒരു വലിയൊരു യുദ്ധം അല്ലെങ്കിൽ മറ്റെന്തോ ഒരു പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ കൂട്ടത്തിലാണ് പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത ഈ അടി കാരണം 80% കൃഷിയും പാകിസ്ഥാന്റെ നിലയ്ക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ ലോക രാജ്യങ്ങൾ ഇപ്പോ പുറത്തുവിടുന്നത്. എങ്ങനെ കാണുന്നു ഈ സിറ്റുവേഷനെ? ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സിറ്റുവേഷൻ ആണ്. ഇത് ഇങ്ങനെ ഒരു വിഷയം വന്നാൽ, പ്രത്യേകിച്ച് ഇവിടെ ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് ആരോ പറഞ്ഞിരുന്നു ഇനി ലോകത്ത് യുദ്ധം നടക്കുന്നത് ജലത്തിന്റെ പേരിലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. കാരണം ഈ നമ്മുടെ 3 നദികൾ, സിന്ധു, ജലം, ചിനാബ് നദികളിലെ വെള്ളമാണല്ലോ ഈ സിന്ധു നദീജല കരാറ് വെച്ചിട്ട് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം കിട്ടാത്തതൊരു വിഷയം ഈ പാകിസ്ഥാൻ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണനയുടെ വശം അതിനകത്തുണ്ട്, ഇല്ല എന്നല്ല. അതൊരു വിഷയമുണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ റിപ്പോർട്ട് സിഡ്നി ആസ്ഥാനമായിട്ടുള്ള ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്നത്, ഇന്ത്യ ഈ വെള്ളം എങ്ങോട്ടെങ്കിലും വഴിതിരിച്ചു വിട്ടാൽ പിന്നെ ഈ വെള്ളം പാകിസ്ഥാനിലേക്ക് വരാനുള്ള സാധ്യത ഒട്ടുമില്ല. ഇപ്പൊ തന്നെ നിലവിൽ ഇന്ത്യ അത് വഴിതിരിച്ച് വിട്ടു കഴിഞ്ഞിരിക്കുന്നു. രാജസ്ഥാനിലേക്ക് അത് പോകുന്നു, ദില്ലിയിലേക്ക് അത് പോകുന്നു, മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും അത്, അതായത് രാജസ്ഥാൻ മരുഭൂമിയുടെ അടുത്ത് വരെ എത്തത്തക്ക രീതിയിലുള്ള കനാലിന്റെ നിർമ്മാണങ്ങളൊക്കെയാണ് അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുന്നത്. അങ്ങനെ ഈ വെള്ളം വഴിതിരിച്ച് വിട്ട്, ഇത് പൂർണ്ണമായിട്ട് വഴിതിരിച്ച് വിടാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങനെ കുറെ വഴിതിരിച്ച് വിടുകയും മറ്റുള്ള ജലം ഈ കടലിലേക്കൊക്കെ ഒഴുക്കി കളയാനുള്ള സംവിധാനം ഭാവിയിൽ വന്നു കഴിയുകയാണെങ്കിലോ, ഇനി ഈ വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി അണക്കെട്ട് നിർമ്മിച്ച് നമ്മൾ കൂടുതൽ ജലവൈദ്യുത പദ്ധതികളോ മറ്റു പ്രൊജക്ടുകളോ ഉണ്ടാക്കുകയാണെങ്കിലോ ഒക്കെ പാകിസ്ഥാൻ ഒരിക്കലും വെള്ളം കിട്ടാത്തൊരവസ്ഥ വരും. പിന്നെ പാകിസ്ഥാന്റെ പ്രതിസന്ധി രൂക്ഷമാക്കുന്ന തരത്തിലേക്ക് കുനാർ നദിയിൽ അഫ്ഗാനിസ്ഥാൻ അണക്കെട്ട് കിട്ടുക. ഇന്നലെ നമ്മുടെ വിദേശകാര്യ വക്താവ് ജസ്വാൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ അതിന് പിന്തുണ നൽകുകയാണ്, ഇന്ത്യ അതിന്റെ വർക്ക് ഏറ്റെടുക്കുകയാണ്. കുനാറിൽ നിർമ്മിക്കുന്ന, നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ്, ഇന്ത്യ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം എല്ലാ ഡാമിന്റെ മണി ഇന്ത്യയാണ്, ഇത് നമ്മൾ എടുക്കുകയാണ്. ഇനി ഇതിന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇനി ഇന്ത്യ പാകിസ്ഥാന് വെള്ളം നൽകിയാലും 30 ദിവസത്തേക്ക് വെള്ളം സംഭരിക്കാനുള്ള ഡാമുകളെ പാകിസ്ഥാനിലുള്ളൂ. 30 days വെള്ളം സംഭരിച്ചു. നമുക്കറിയാം, നമ്മുടെ ഇടുക്കി ഡാമിലൊക്കെ എത്രയോ നാളുകൾ വെള്ളം സംഭരിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഡാമുകളാണ്. 2646 2650 മറ്റോ ആണ് അതിന്റെ വെള്ളം സംഭരിച്ച് വെക്കാൻ അതിന് കഴിയും. അത്രയും വലിയ ഡാമാണ്. അവിടെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥ. കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു കുടിവെള്ളക്ഷാമം, വെള്ളം കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത്, പക്ഷെ നിയമപരമായിട്ട് പാകിസ്ഥാൻ ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായി തന്നെ ഇങ്ങനെ ഒരു കരാർ നിലവിലില്ല, അത് പോയി കഴിഞ്ഞിരിക്കുന്നു. കാരണം കാലഹരണപ്പെട്ട കരാറ്. അപ്പൊ ഇനി ആ കരാറിന് വലിയൊരു സാധ്യതകൾ നിലനിൽക്കുന്നില്ല.
കാലഹരണപ്പെട്ടു. ഇന്ത്യ പലവട്ടം പാകിസ്ഥാന് കത്തെഴുതിയിരുന്നു, നമുക്കിത് വീണ്ടും പുതുക്കണം, നമുക്ക് കുറെ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. നമുക്കറിയാം മുമ്പ് ഈ ഝലം നദിയിലും ചിനാബിലുമൊക്കെ ഇന്ത്യ ഡാം കെട്ടാൻ പോകുമ്പോൾ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുമായിരുന്നു, ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കാനാണ്. ഇതിനകത്ത് മറ്റൊരു വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെള്ളം മുഴുവൻ ഇവർക്ക് വെള്ളം നമ്മൾ കൊടുക്കാതെ വെള്ളം മുഴുവൻ ഇവരിലേക്ക് ഒഴുകി പോകുമ്പോൾ ഇതിന്റെ എല്ലാ വെള്ളവും ഇവർ ഉപയോഗിക്കുന്നില്ല. ഇവർക്ക് ആവശ്യം അത്രയില്ല. എന്തായാലും നമ്മളിപ്പോ ഒരു ലിമിറ്റ്, ഒരു റേഷൻ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നു എങ്കിൽ അത് ചിലപ്പോൾ ഇനിയൊരു സാധ്യമാകാവുന്നൊരു ഇതാണ്. കാരണം ഇപ്പൊ ലോകരാജ്യങ്ങളുമൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ അല്പം വെള്ളം കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കൺട്രോൾ നിൽക്കും. ഈ കൺട്രോൾ ഇന്ത്യയുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതും പാകിസ്ഥാനെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ തീരുമാനിക്കും പാകിസ്ഥാനികൾ എന്ന് കൃഷി ഇറക്കണമെന്ന്, നമ്മൾ തീരുമാനിക്കും അവരെപ്പോൾ വെള്ളം കുടിക്കണമെന്ന്. ആ ഒരു ഘട്ടത്തിലേക്ക് കൺട്രോളിങ് പവർ നമുക്ക് കിട്ടും. ഈ നേരത്തെ നമുക്ക് കൺട്രോളിങ് പവർ ഇല്ലായിരുന്നു. ഈ പറയുന്ന ഝലം നദിയിലെ ആയാലും ഒപ്പം തന്നെ ചിനാബിലെ ആയാലും സിന്ധുവിലെ ആയാലും ഒക്കെ ജലം പോകുന്നത് കുറെ അധികം പാഴായി പോവുകയാണ്. അത് അവർക്ക് അതുവഴി പോയിട്ട് അത് അവർക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന ജലമാണ്. കാരണം അവർക്ക് ആവശ്യത്തിൽ പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ ജലം ഉണ്ട്. അപ്പോൾ അത് പാഴായി പോകാറ്. ഇനിയിപ്പോ ഇനി ഭാവിയിൽ ഒരു അടികൂടെ എന്തായാലും കഴിയും. ആ അടികൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം, കാരണം അടിക്ക് വരാതിരിക്കാൻ അവർക്ക് കഴിയില്ല, കാരണം ഇതൊരു വിഷയമായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവരും. സർക്കാർ ഇപ്പോൾ തന്നെ പുകച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യ പറയുകയാണ്, ശരി ഞങ്ങൾ ഇത്ര ഖനേഡിയ വെള്ളം നിങ്ങൾക്ക് തരാം. അത് മുമ്പ് ഇന്ത്യ പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി കയറിയ ശേഷം ഇന്ത്യ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇത്ര വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് ആ വെള്ളം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഡാം കെട്ടി അത് വെള്ളം വഴിതിരിച്ചു വിടുകയും പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ടുകൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്കത് ഗുണമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വെള്ളമാണ് ഞങ്ങൾ എടുക്കുന്നത്. പക്ഷെ അന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല. കാശ്മീരിലും മറ്റുമൊക്കെ ഡാമുകൾ കിട്ടാൻ നേരത്ത് വലിയ വിഷയങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴതിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇവിടെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി പറഞ്ഞത്, ഇന്ത്യ ഡാം കെട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഡാം തകർക്കും എന്നൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ടോ അത്? മുമ്പ് അവർ ഇത് മിസൈൽ വിടുമെന്ന് പറഞ്ഞില്ല. അത് ഈ ഇതിലാ പറഞ്ഞത്. അവർ നേരത്തെ അതിനെ എതിർത്തിട്ടുണ്ട്, അതാണ് പറയുന്നത്. അപ്പം ഇവിടെ ഇനിയിപ്പോ ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയും. ഇന്ത്യ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പം, ഇനി ഒരുപക്ഷെ നാളെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൊണ്ട് പറയുകയാണ് വെള്ളമല്ലേ ഇച്ചിരി കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ജലമാണല്ലോ കൃഷിക്കും പിന്നെ ഈ കുടിവെള്ളത്തിനുമൊക്കെ അനിവാര്യവുമാണ്. അപ്പൊ കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര വിട്ടുകൊടുക്കണം, എപ്പോൾ വിട്ടുകൊടുക്കണം, എങ്ങനെ വിട്ടുകൊടുക്കണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്ത് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു ശരാശരി ഉദാഹരണം എന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചൂടുകാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കോർപ്പറേഷനും മറ്റുമൊക്കെ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ ആളുകൾക്ക് കുടത്തിനകത്ത് വെള്ളം കൊടുക്കുന്നതിനൊക്കെ ആയി പോകുന്നത്. അതായത് ഒരു റേഷൻ പോലെ ആയി പോകുന്ന ഒരു സമ്പ്രദായം വരും. ഇവർക്ക് പിന്നൊരു ടെൻഷൻ വന്നിരിക്കുന്ന വെച്ചാൽ, ഇവരുടെ വല്ലാത്തൊരവസ്ഥയാണ്. ഇവരുടെ അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പഞ്ചാബ് പ്രവിശ്യ, പഞ്ചാബിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത്, പഞ്ചാബ് പ്രവിശ്യയിൽ, സിന്ധു പഞ്ചാബ് പ്രവിശ്യയിലാണ്. അപ്പൊ ഇവർക്ക് ഈ ഖൈബർ പഖ്തൂൺ വഴി വരുന്ന ഈ കുനാർ നദിയുണ്ട്. ഈ കുനാർ നദിയിലാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഡാം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരും കൂടെ ഒന്ന് ക്രോസ് ചെയ്യാന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ വെള്ളം കിട്ടില്ല, വെള്ളം കിട്ടാതെ മരിക്കേണ്ടി വരും. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. ഈ ഒരു വലിയ പ്രതിസന്ധി അവരുടെ മുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെ ജനരോഷം പുകയും നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ്. ഈ കുറച്ച് നാളുകൾ ഇപ്പോഴും ആ സമരങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഈ കൂടുതലും ലിബറേഷൻ ആർമിയുടെ അടി, പിന്നെ തെഹ്രീക്കെ താലിബാന്റെ അടി, ഈ അടിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അടിയേക്കാൾ വലിയൊരു സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഈ പഞ്ചാബ് സിന്ധു പ്രവിശ്യയില് ഈ കുടിവെള്ളത്തിന്റെയും അതുപോലെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ലെവലിലാണ് ഈ TLP ഒക്കെ അത് കയറി വന്നത്. TLP എന്ന് പറഞ്ഞൊരു സംഘടന അവിടെ വന്നല്ലോ. അവര് ഈ ഡിമാൻഡ്സുകൾ ലഭായി. അപ്പൊ അവര് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും ഈ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് അതിൽ. അപ്പൊ അവര് സമരം ചെയ്യുന്ന ഇന്ത്യക്കെതിരെയല്ല. കാരണം ഇന്ത്യക്കെതിരെ സമരം ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? പിന്നെ ഈ പകരം അവര് പാകിസ്ഥാനെതിരെയാണ് സമരം ചെയ്യുന്നത്. പാകിസ്ഥാന്റെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, അതായത് എന്റെ ഒരു ഡൗട്ടാ, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, തെഹ്രീക്കെ ലബായിക്ക് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചതാ. ഇതിപ്പോ ചർച്ചയിലായിട്ട് ചോദിക്കാം, ചർച്ചയ്ക്ക് പുറത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. ചേട്ടാ, ഇവർ ഈ പാകിസ്ഥാൻ ഇസ്രായേലിലോട്ട് പോകാൻ പോകുന്നെന്ന് പറഞ്ഞല്ലോ, ഹമാസിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പാകിസ്ഥാനിലെ 20,000 സൈനികര്. ഈ തെഹ്രീക്കെ ലബായിക്ക് എന്ന് പറയുന്ന സംഘടന അവിടെ ഉള്ളപ്പോൾ ഇത് വലിയ പ്രശ്നമാവില്ലേ പാകിസ്ഥാനിൽ? കാരണം ഹമാസിനെതിരെ പാകിസ്ഥാൻ പോയി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ യുവമാരി ഇതിനകത്ത് വലിയ ഇഷ്യൂ ഉണ്ടാക്കില്ലേ അത്? കാരണം ഇപ്പൊ തന്നെ ഗാസയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് തെഹ്രീക്കെ ലബായിക്ക് അവിടെ വലിയ ആക്രമണം അഴിച്ചുവിടുന്നത്. അപ്പോ യുവമാര് പാലസ്തീനിൽ പോയി അവിടെ ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഗതി എന്താവും? ഈ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ പിന്നെ ഒരു കലാപം കൂടെ വരാനുള്ള സാഹചര്യം ഉരുത്തിരിയില്ലേ അവിടെ? അല്ല, ഓൾറെഡി അവിടെ പല ഭാഗത്തും കലാപമാണ്. അവിടുത്തെ മതപണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇനി ഇന്ത്യയും നിങ്ങളും തമ്മിൽ അടിയടന്നാൽ ഞങ്ങൾ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ മതപണ്ഡിതന്മാരാണ് പറയുന്നത്, സാധാരണ ജനമല്ല പറയുന്നത്. കാരണം ഇവര് ഇസ്രായേലിനെ പിന്തുണ ഇവര് പറയുന്ന കാര്യം, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം, അവരുടെ ഭരണാധികാരികൾ ഒരിക്കലും അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്.
ഇപ്പൊ ട്രംപിനെ സൂചിപ്പിച്ച് നിർത്തിക്കൊണ്ട് കുറെ പൈസ ഈ മുനീർ വാങ്ങുക. അല്ല, നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന് കരാറുകൾ ഒപ്പിക്കുക, നമ്മുടെ രാജ്യത്തിന് ഗുണകരമായ രീതിയിലല്ലേ. ഇത് അങ്ങനെയല്ല. മുനീറിന് എത്ര കിട്ടും, ഷഹബാസ് ഷെരീഫിന് എത്ര കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ കണക്ക്. അതാണ് ഇപ്പൊ വിഷയമായിരിക്കുന്നത്. ഈ വിഷയം രൂക്ഷമാകുമ്പോൾ ധനുഷ് പറഞ്ഞ വളരെ കറക്റ്റാ. ഇവർ അങ്ങോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ, ഇവിടെ അവരങ്ങോട്ടേക്ക് നീങ്ങുക എന്ന് വെച്ചാൽ അത് ഇതിനു മുമ്പും ഈ US ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ട്. മുമ്പ് ഈജിപ്തിലടക്കം ഇവരുടെ സേനയെ കൊണ്ട് ഇറക്കിച്ചിട്ട് ഇവരെ കൊണ്ട് തന്നെ ഇതിനൊക്കെയുള്ള ഈ പറയുന്ന ജിഹാദി ഗ്രൂപ്പ്സിനെ ഇവർ കൊല്ലിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും പാകിസ്ഥാൻ അതിനൊന്നും ഒരു മടിയില്ല. കാരണം ഒരു വ്യവസ്ഥയോ നിയമമോ നിലപാടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാതിരിക്കുകയുള്ളൂ. അത് വലിയ വിഷയം ഉണ്ടാക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ അവർക്ക് വഴിതിരിക്കാനായിട്ട് അവരിപ്പോ എന്താ പാകിസ്ഥാനി പറയുന്നത്, ഈ പോകുന്നതിന് അവർ ന്യായീകരണം പറയുന്നുണ്ട്. അവര് പറയുന്നത് നമുക്ക് വലിയ ഫണ്ട് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് കിട്ടും, നമ്മളങ്ങനെ അവിടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. അവരിപ്പോൾ ചെയ്യുന്ന പണി വെച്ചാൽ ഇവരിപ്പോ ചെയ്യുന്നത് എന്താ എല്ലാവർക്കും അറിയാം. ഈ സേനാംഗങ്ങളെ കൊണ്ടു നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് പണി നടത്താൻ വേണ്ടിയിട്ടാ. അവർ നോക്കി നിൽക്കുമ്പോൾ അല്ലേ ഹമാസ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ചോദിക്കും. ശരി, അതുവഴി പോകുന്നതുണ്ട്. അപ്പൊ ഞങ്ങൾ പോകാൻ പറ്റൂ, അത്രേ ഉള്ളൂ. അതായത് ഇവരെ നിർത്തിക്കൊണ്ട്, നമ്മൾ പറയത്തില്ലേ ഇടനിലക്കാരനെ നിർത്തിക്കൊണ്ട് പണിയുകയെന്ന് കേട്ടിട്ടില്ല നമ്മള്, അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന അത് പാകിസ്ഥാനും നന്നായി അറിയാം. അവർക്ക് കുറെ പണം കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആഭ്യന്തര കലാപം രൂക്ഷമാകുമ്പോൾ ഒരു രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ മാർഗം ശത്രു രാജ്യത്തേക്ക് ഒരു ആക്രമണം സംഘടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ജനശ്രദ്ധ തിരിക്കാൻ അതെല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ എന്താണ് പറയുന്നത്, ഏതെങ്കിലും ഒരു വിവാദം വരുമ്പോ എന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു സിനിമാ താരത്തെ അറസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ സിനിമാ താരത്തിന് വിട്ട് റെയ്ഡ് നടത്തും, ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്ഥലത്തിൽ അല്ലേ, ഉടനെ തന്നെ എല്ലാവരും അതിലൊരു നടി കൂടെ ഉണ്ടെങ്കിൽ ഭംഗിയാവും. കാരണം നമുക്ക് ഈ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ഭംഗിയുണ്ടാകും നടിയുടെ. അപ്പൊ അവരുടെ കുറെ സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഉള്ള ഓൺലൈൻ മുഴുവൻ അതിന്റെ വാർത്തയുടെ പറയുന്നു പോകും. സ്വർണ്ണപ്പാളി പോയ വഴി ആരെങ്കിലും കണ്ടോ? കഞ്ചാവ്. ഇത് എല്ലാവരും എനിക്ക് തോന്നുന്നത് മുമ്പൊരിക്കൽ കെ കരുണാകരനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു വ്യക്തി പറഞ്ഞൊരു വളരെ കൗതുകരവും രസകരവുമായ ഒരു കാര്യമുണ്ട്. അതിനകത്ത് അത് കുറെ യാഥാർത്ഥ്യമുണ്ട്. അത് കെ കരുണാകരൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വന്നിട്ട് കെ കരുണാകരനെ രക്ഷപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അത് എങ്ങനെയാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ചാനലൊന്നുമില്ല, പത്രങ്ങളേ ഉള്ളൂ. പത്രത്തിലാണ് വാർത്ത വരുന്നത്. ദൂരദർശനും ഒക്കെ വളരെ വിരലെണ്ണാവുന്ന ചാനലുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വലിയ വിഷയങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമ്പം കരുണാകരൻ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന ഭയങ്കര ഗുരുവായൂർ ഭക്തനായിട്ടുള്ള ഒരു ലീഡറാണ്. അപ്പൊ എന്ത് ഇടുക്കിയിലോ ഗുരുവായൂരൊക്കെ ഉരുള് പൊട്ടും. അപ്പൊ ഈ പത്രങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ട് പോകും? ഉരുള് പൊട്ടും. അത് പഴയ കാലത്ത്. അപ്പം ഗുരുവായൂരപ്പനെ വിട്ടൊരു കളി കരുണാകരനില്ല. അപ്പം ഇവിടെ കരുണാകരൻ വലിയൊരു പ്രതിസന്ധിയിൽ പെട്ട് നിൽക്കുമ്പോൾ പ്രതിപക്ഷമൊക്കെ വലിയ പ്രശ്നം, പത്രങ്ങളൊക്കെ വലിയ പ്രശ്നമാകുമ്പോൾ പിറ്റേ ദിവസത്തെ പത്രങ്ങളുടെ ഹെഡിങ് എന്താണെന്ന് അറിയാം? ഉരുള് പൊട്ടി, ഇത്ര പേർ മരിച്ചു. പിന്നെ ഉരുള് പൊട്ടലിന്റെ വാർത്തയായിരിക്കും അത് മുഴുവൻ. വെള്ളപ്പൊക്കത്തിന്റെ വാർത്ത വരും, വരൾച്ചയുടെ വാർത്ത വരും. ഇങ്ങനെയുള്ള വാർത്തകൾ ഭഗവാൻ തന്നെ കൊടുത്തായിരുന്നു കരുണാകരൻ രക്ഷിച്ച്. പക്ഷെ കാലം മാറി കഴിഞ്ഞപ്പോഴത്തേനും വേറെ ഓരോ വാർത്തകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു വിഷയം നമ്മൾ നോക്കിക്കോ, നമ്മുടെ സംസ്ഥാനത്ത് എന്ത് വിഷയം വന്നാലും മാധ്യമങ്ങൾ ഒറ്റ ദിവസം അത് വാർത്ത ചെയ്യും, അടുത്ത ദിവസം മാധ്യമങ്ങൾക്ക് അത് മാധ്യമങ്ങളും കൂടെ ചേർന്നിട്ടാണ് അവർ തീരുമാനിക്കും നാളെ നമുക്ക് എന്ത് ചെയ്താൽ ഇത് മറയ്ക്കാൻ പറ്റുമെന്നുള്ളത്. ഞാനൊരു വ്യക്തമായ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ മീഡിയ വണ്ണിൽ വർക്ക് ചെയ്തൊരു സമയമാണ്. ആ സമയത്ത് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അത് നമ്മുടെ സരിത കേസ് കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. സരിത കേസ് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള വലിയ വലിയ ചാനലുണ്ടല്ലോ ഇവിടെ, മുഖ്യധാര ചാനലുകൾ, അവർക്കൊരു പിടിവള്ളിയില്ല ഇതിനെ മറിച്ചിടാനായിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഇടുക്കിയിൽ മിഷൻ ഹോസ്പിറ്റൽ കട്ടപ്പനയിലുള്ള അവിടെ ഒരു ചെറുക്കൻ ഷെരീഫ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനെ രണ്ടാം അമ്മ ക്രൂരമായി മർദ്ദിച്ച് തലയ്ക്ക് കാലെ പിടിച്ച് അടിച്ച് കട്ടിലടിച്ച് ഇത്. ആ വാർത്ത ഞാൻ കട്ടപ്പനയായിരുന്നു, ഞങ്ങളുടെ ബ്യൂറോ കട്ടപ്പന ആയിരുന്നുണ്ട്. അവിടുന്ന് പോയി വൈകുന്നേരം 7:30 ഈ വാർത്ത ഏറിയത്. ചെറിയൊരു വാർത്തയാണ് ഈ കുട്ടി. അപ്പൊ അവിടുത്തെ മിഷൻ ഹോസ്പിറ്റലിലെ ERO വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്തോ ഒരു ദുരൂഹത കാണുന്നു ഈ കുട്ടിയുടെ ദേഹത്ത് പാടുകൾ, എന്തോ ഒരു സംശയമുണ്ട്, നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചു. നമ്മൾ വന്നപ്പോൾ നമുക്കൊരു ദുരൂഹത, ഈ കുട്ടി വീണെന്നാണ് ഇവർ പറഞ്ഞു. പക്ഷെ വീഴുന്നതിന്റെ അല്ല, ഒരുപാട് മർദ്ദനമേറ്റ പാടുകളും വീഴുന്ന പാടുകളും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഏത് മനുഷ്യനും കാണാൻ പറ്റും. അങ്ങനെ ആ വാർത്ത 7:30 മണിക്കാണ് ഏറിയത്. ആദ്യമായിട്ട് കൊടുക്കുന്നത് മീഡിയ വണ്ണാണ് ആ ചാനൽ. പിന്നെ നമ്മൾ കാണുന്നൊരു കാര്യം, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആ ഹോസ്പിറ്റലിലെ വാതിക്കലേക്ക് കേരളത്തിലെ പ്രമുഖ ചാനലിന്റെ എല്ലാം OB1 വന്ന് കിടക്കുന്നു. ലൈവ് OB1 വരിക എന്ന് പറഞ്ഞാൽ ലൈവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈവ് വന്ന് കിടക്കുന്നു. ലൈവ് ഇങ്ങനെ അടിക്കുകയാണ്. ദുരൂഹമായ പ്രശ്നം, ഭയങ്കര പ്രശ്നം, ക്രൂരമർദ്ദനം എന്നൊക്കെ പറഞ്ഞ് അത് വലിയ വിഷയമായി. രാവിലെ എനിക്ക് വരുന്ന കോൾ ഇതാണ്, വണ്ടി വന്നു. തൊട്ട് പിന്നാലെ നമ്മുടെ ഓഫീസിൽ നിന്നും വിളി വരുത്തിരുന്നുണ്ട്, എടാ ആ വാർത്ത ഭയങ്കരമായിട്ട് കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാർത്തയുടെ പിന്നാലെ എല്ലാവരും പോകുമ്പോൾ
ഈ സരിത വാർത്ത കൊണ്ടുവന്ന ഒരു പ്രമുഖ ചാനലും അതിന്റെ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, മറ്റേ സരിത വാർത്ത കവർ ചെയ്യാൻ അവർക്കൊരു ഇരയെ കിട്ടിയിട്ടുണ്ട്. ആ ഷെബീഖിന്റെ വാർത്ത 45 ദിവസമാണ് കണ്ടിന്യൂസ്. അന്ന് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ലൈവ് കൊടുക്കുന്നത്. അതാ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ട്, 5 മണിക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ട്, രാപകൽ ഈ വാർത്തയാണ് പോകുന്നത്. ആ വാർത്തയിടയ്ക്ക് അതിന്റെ ഒരു ആഘാതം അവർക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇത് എല്ലാ കാലത്തും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തുന്ന പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളാണിത്. അത് ഒരുപക്ഷെ കേരളത്തിലെ ജനത്തിന് ഇത് അറിയാൻ പറ്റും. പക്ഷെ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ കിട്ടുന്നതിന് ഒരു എന്റർടൈൻമെന്റ്. ഇപ്പൊ എന്താണ് പ്രേക്ഷകരെ സംബന്ധിച്ച് വാർത്ത എന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്റർടൈൻമെന്റ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ എന്റർടൈൻമെന്റും വാർത്തയും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ ചാനൽ വന്നതിന് ശേഷമാണ് വാർത്തകൾ എന്റർടൈൻമെന്റ് ആയിരിക്കുന്നത്. അതായത് ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഓൺലൈൻ മീഡിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ പ്രതിയുടെ ഉള്ളതും ഇല്ലാത്തതുമായ മഞ്ഞക്കഥകളാണ് പലതിലും വരുന്നത്. പ്രതി രാവിലെ കഴിക്കുന്ന ഫുഡ്, പ്രതി എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ ആക്ടിവിറ്റീസ്, പിന്നെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, പുള്ളി ആരൊക്കെയായിരുന്നു പോയത്, ഇനി പുള്ളി ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കൂടെ കാണുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്, പിന്നെ ആ പെൺകുട്ടിയെ ചൂഴ്ന്നിട്ടായിരിക്കും പിന്നെ ഇത് പോകുന്നത്. അതൊരു അപസർപ്പക കഥ പോലെയാണ് വാർത്ത പോകുന്നത്. അതായത് വാർത്ത മരിച്ചു തുടങ്ങുന്നു, പകരം കഥ കൂടി വരുന്നു. കഥ പറച്ചിലാണ് എല്ലാവരും. അതായത് ഫാക്ട് ഇല്ല വാർത്തയ്ക്കിടയിൽ, ചുമ്മാതെ വന്നിരുന്ന ഓരോ കഥ മനോരഥം കണക്ക് പറയുക. അതായത് നല്ലൊരു കഥ പറച്ചിലുകാരനുണ്ടെങ്കിൽ ഈ ക്രിമിനൽസും തട്ടിപ്പും കൊള്ളക്കാരനും തീവട്ടിക്കൊള്ളക്കാരനൊക്കെ വാർത്താ ചാനൽ മേധാവിമാരാവുന്ന കാലഘട്ടമാണല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതുവരെ എത്തിയല്ലോ കാര്യങ്ങൾ. പിന്നെ വാർത്തക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പാകിസ്ഥാന്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പാകിസ്ഥാൻ എന്തായിരുന്നാലും കൃഷി 80% നശിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. അത് ബിജുചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്. അതായത് ഒരുപക്ഷെ ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. യുവന്മാർ അവിടെ എന്ത് കൃഷി ഇറക്കണം, ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അത് പാകിസ്ഥാൻ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം എന്നുകൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം. താങ്ക് യു ബിജുചേട്ടാ. താങ്ക് യു സോ മച്ച്.